Is no kuma being an air hostess. I like, it is a glamorous. This is also a very glamorous job, but this job, no, both has its because adum odd hours. International flights ഒക്കെ നമ്മൾ ഉറക്കം കളഞ്ഞ് ഫ്ലൈറ്റിലൊക്കെ ജോലി ചെയ്യണം. ഇതും നമുക്ക് സ്ലീപ്പ് ശരിയാവുന്നില്ല, നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ശരിയാവുന്നില്ല. അപ്പോൾ രണ്ടും ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് നമ്മളുടെ ബോഡീനെ കുറെ അഫക്റ്റ് ചെയ്യും. യു ആർ അണ്ടർ പ്രഷർ, റൈറ്റ്? ഇവിടെയും നമ്മൾ എൻഡ്ലെസ് ലൈക്ക് നോൺ സ്റ്റോപ്പ് 18-19 hours വി ആർ വർക്കിംഗ് വിത്ത് ദാറ്റ് മേക്കപ്പ്, ഹെയർ ഡു. സോ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഇരുന്ന് ഉറങ്ങും, കിടക്കാൻ പറ്റൂല. അപ്പോൾ ഡിഫിക്കൽട്ട്. ആ ഒരു ജോബ് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ? ഓ, ഐ ഡെഫിനറ്റ്ലി മിസ്. പക്ഷേ അതിൽ ഇവിടെ വർക്കിംഗ് അല്ല. It's just like those dummies looking very pretty, smelling good, meeting the passengers. Emergency vannal, yes, we are the heroes. Because നമുക്ക് അവിടെ എമർജൻസിയിൽ നമ്മളുടെ പാസഞ്ചേഴ്സിനെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യാനാണ് മെയിൻ ജോബ്. പക്ഷെ അത് ടച്ച് വുഡ് ഞാൻ ഫ്ലൈ ചെയ്തപ്പോൾ ഇതുവരെ വന്നില്ല. അതർവൈസ് ഈ നാട്ടിൽ എന്താ നടക്കുന്നത്, പ്രൈം മിനിസ്റ്റർ മാറി, ഇലക്ഷൻ ഇതായി, അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, നമ്മളൊന്ന് അറ്റ്ലീസ്റ്റ് now since mobiles are there, എൻ്റെ ടൈമിൽ അന്നേരം മൊബൈൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എനിക്ക് ആ അറിവ് ഉണ്ടായിരുന്നില്ല. സംതിങ് ഹാപ്പൻ when you come back you come to know. Otherwise this portion is always shut. ഇനി എയർലൈൻകാരൻ എന്നെ ഇതിന് എന്തെങ്കിലും ട്രോൾ ചെയ്യോ എനിക്ക് അറിഞ്ഞൂടാ. മൊത്തം ടെൻഷൻ ആണല്ലോ. നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ കേറുമ്പോ ഇങ്ങനെ നിങ്ങൾ വിളിച്ചു പറയില്ലേ, now don't tell me to do that. I've forgotten it. like ഒരു 2 വരി. Good morning, ladies and gentlemen. This is your Captain Ria. On board, you're with your first officer, blah, blah, blah. I welcome you on board KU 351, bound to take off from Cochin to Kuwait. The flying time would be 5 hours, 12 minutes. We'll be flying at an altitude of 33,000 feet. The flying time would be... Sorry. സൂപ്പർ സൂപ്പർ, അടിപൊളി. കയ്യടി കൊടുക്ക, എന്താണ് നോക്കിയിരിക്കണത്? നെക്സ്റ്റ് ചക്കം. എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന സീരിയലിൽ ഗസ്റ്റ് റോളിൽ എത്തിയത് തന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടായിരുന്നു. ക്ഷണം പറഞ്ഞാൽ ഇൻവിറ്റേഷൻ. പൂജിത സംഗീതന്റെ അമ്മ വേഷം പറഞ്ഞിട്ടാണ് പുരുഷോത്തമൻ സർ അല്ല, ആ സീരിയലിന്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, രാജ പറഞ്ഞിട്ട്. രാജാണ്, ഐ ഹോപ്പ് ദാറ്റ് നെയിം ഇസ് കറക്റ്റ്. പുള്ളിക്കാരനാണ് വിളിച്ചിട്ട് പറഞ്ഞു, റിയ ഇതിലൊരു ക്യാരക്ടർ ഉണ്ട് സംഗീതന്റെ അമ്മ ആയിട്ട്. പക്ഷെ Fortunately, it was Pujita's mom. And നമ്മൾ രണ്ടുപേർ കുറെ അതിനൊരു വീഡിയോ, I think യൂട്യൂബിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. Like everything was very similar. മൂക്കുത്തി, കമ്മൽ. പുള്ളിക്കാർത്തി was also in Kuwait. I was also in Kuwait. The way we spoke, നമ്മൾ സംസാരിച്ചത്, ഫേസ് കട്ട് ഒക്കെ സിമിലർ ആയിട്ടൊരു യൂട്യൂബിൽ എവിടെയോ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ രാധിക ദേവി ആയിട്ട് വന്നത്. അപ്പോ അത് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ബിക്കോസ് എനിക്ക് പൂജിത്തിനെ അറിയാം, പക്ഷെ ഐ വാസ് നോട്ട് ഫ്രണ്ട്ലി വിത്ത് ഹർ. ആ സെറ്റിൽ വന്നിട്ടാണ് നമ്മൾ ഫ്രണ്ട്സ് ആയത്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? ഇപ്പോ വി ആർ ഇൻ ടച്ച്, ബട്ട് ഷീ ഈസ് ഓൾസോ വെരി ബിസി, ഐ ആം ഓൾസോ വെരി ബിസി. സോ ഇടയ്ക്ക് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഐ നോ ഇപ്പോഴും ഞാൻ വിളിച്ചിട്ട്, പൂജു ഐ വാണ്ട് ടു മീറ്റ്, ഐ എം റിയലി ഫീലിംഗ് ബാഡ്, she'll be the first one to come, let's talk. So നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യും, ലൈക്ക് മീറ്റപ്പ് ചെയ്യണം, പക്ഷെ അത് കിട്ടുന്നില്ല. ഞാൻ ഫ്രീ ആവുമ്പോ പുള്ളിക്കാരത്തി ബിസി ആവും, പുള്ളിക്കാരത്തി ഫ്രീ ആവുമ്പോ ഞാൻ ട്രിവാൻഡ്രം ആയിരിക്കും. അപ്പൊ അങ്ങനെ. പക്ഷെ we know we are there for each other, like anytime. Okay, അപ്പൊ ഇപ്പം നോ അല്ലേ പറഞ്ഞത്? സോ ഒരു പണിഷ്മെന്റ് ഉണ്ട്. Yes. Okay. ഈ ഒരു പണിഷ്മെന്റ് ആണ്, ചന്ദ്രമതി കുറച്ച് കൂടുതൽ നെഗറ്റീവ് ആവുക. ഓക്കെ, അപ്പം എന്റെ അടുത്ത് പറയണം, സീരിയൽ കാണാതെ സീരിയലിനെ കുറിച്ച് ചോദിക്കണ്ട. ഓക്കെ, ഇതാണ് ടോപ്പിക്. അതെങ്ങനെ വേണമെങ്കിലും. ശരിക്കല്ലേ? സീരിയൽ കാണാതെ സീരിയലിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത്. അല്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാ. എങ്ങനെ മറക്കുന്നേ? നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചിട്ട് സീരിയലിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല പറഞ്ഞാൽ അതെന്താണ്? അത് ദാറ്റ്സ് ടു ഇൻസൾട്ടിങ് ഫോർ മീ. ഞാൻ കൂടുതൽ രേവതിനെ ശ്രദ്ധിച്ചത്. രേവതി ചിരിപ്പിക്കല്ലേ?
ഓക്കെ മതി. അടിപൊളി അടിപൊളി. അഭിനയ രംഗത്തേക്ക് എത്തിയപ്പോൾ പത്മ എന്ന പേര് മതിയെന്ന നിർദ്ദേശം ഉയർന്നു വന്നുവെന്നും അതിനാൽ ആ പേര് സ്ക്രീൻ നെയിം ആക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും റിയ കൂട്ടിച്ചേർത്തു. സീരിയലിൽ നെഗറ്റീവ് റോളിലാണ് അഭിനയിക്കുന്നതെങ്കിലും ജീവിതത്തിൽ താൻ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആണെന്നും റിയ പറയുന്നു. ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത് തന്നെ ബാധിക്കാറുണ്ടെന്ന് റിയ പറയുന്നുണ്ട്. പക്ഷേ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഞാൻ എൻ്റെ മക്കളുടെ അമ്മയാണ്. ചന്ദ്രമതിയായിട്ട് വീട്ടിൽ വരണ്ട എന്ന് മക്കളും പറയാറുണ്ട്. ഒരു മാസത്തിൽ ഭൂരിഭാഗവും ഞാൻ ചന്ദ്രമതിയായിട്ടാണ് ജീവിക്കുന്നത്. സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മോഡിൽ മുന്നോട്ട് പോകുന്ന അഭിനേതാക്കളുണ്ട്. പക്ഷേ ആ മെത്തേഡ് തനിക്കറിയില്ല. അഭിനയം കഴിഞ്ഞാലും ആ ക്യാരക്ടർ കൂടി ഉണ്ടാകും. റിയ എവിടെയാണെന്ന് ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ടെന്നും താരം പറയുന്നു. ഫ്ലൈറ്റ് അറ്റൻഡന്റായി ജോലി ചെയ്തിരുന്ന റിയ ആ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയ മേഖലയിലേക്ക് എത്തിയത്. കഴിഞ്ഞ 4 വർഷത്തോളമായി സീരിയൽ രംഗത്ത് സജീവമാണ് താരം. ഇതിനിടെ ചില സിനിമകളിലും അഭിനയിച്ചു. ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിലും റിയ വേഷമിട്ടിട്ടുണ്ട്. ഒരു അധ്യാപിക കൂടിയാണ് റിയ. ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ താരം ക്ലാസുകൾ എടുക്കാറുമുണ്ട്.